السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തൗബയെ സംബന്ധിച്ച് പറയുന്ന ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൗബയുമായി ബന്ധപ്പെട്ട് തൗബയിൽ നദ്മ് അനിവാര്യമാണ്, അസ്മ് അനിവാര്യമാണ്, കഴിഞ്ഞുപോയ പാപങ്ങളുടെ ഇദ്റാക്ക് അനിവാര്യമാണെന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മനസ്സിൻ്റെ വേദന, അതാണ് നദ്മ്, അതാണ് തൗബ എന്ന് പറഞ്ഞു. അപ്പം ഈ വേദന എന്ന് പറയുന്നത് ദറൂരിയാണല്ലോ, ഇഖ്തിയാരി അല്ലല്ലോ, ഒരാൾക്ക് നിർമ്മിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല, മനസ്സിൽ വന്നുകൂടേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയും അദ്ദേഹം പറഞ്ഞു. പിന്നെ മഹബൂബായ അള്ളാഹു മനുഷ്യന് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള അറിവ്, അള്ളാഹുവിന് എതിര് ചെയ്താൽ മഹബൂബായ അള്ളാഹു മനുഷ്യന് നഷ്ടപ്പെടും. ആ അറിവിൻ്റെ തഹ്കീക്കാണ് ഈ നദമിന് കാരണം. ആ അറിവ് വന്നു കഴിഞ്ഞാൽ നദമുണ്ടാകും എന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം പിന്നെ മനുഷ്യനുണ്ടാക്കുന്നതല്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഇൽമ് അള്ളാഹുവിൻ്റെതാണ്, നദ്മ് അള്ളാഹുവിൻ്റെതാണ്, ഫിഅല് അള്ളാഹുവിൻ്റെതാണ്, ഇറാദത്ത് അള്ളാഹുവിൻ്റെതാണ്, കുദ്റത്തും മുഴുവൻ ഖാദിറും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പം മനുഷ്യന് സ്വാതന്ത്ര്യമില്ലേ എന്നൊരു ചോദ്യം വന്നു. ആ ഫീൽ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആ ഇഖ്തിയാറും അള്ളാഹുവിൻ്റെ ഖദറിൽപ്പെട്ടതാണ്, ഇഖ്തിയാറും അള്ളാഹുവിൻ്റെ തഖ്ദീറിൽപ്പെട്ടതാണ്. അപ്പോൾ മനുഷ്യന് ഈ ചിന്ത ഉണ്ടാകുന്നത് അത് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ തർത്തീബായി വരുമ്പോഴാണ് ഒരു കാര്യം അത് പ്രവൃത്തിയിലേക്ക് വരുന്നത്. അപ്പം അതെല്ലാം തന്നെ, ആ ഷർത്തുകളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ഇലാഹിയായ അസലിയായ ഖദറിൽപ്പെട്ടതാണ്. അള്ളാഹു തആല ഖുദ്റത്ത് നൽകുന്നതാണ്, കൈക്ക് ഖുദ്റത്ത് നൽകുന്നതാണ്, ചിന്തിക്കാനുള്ള ശക്തി നൽകുന്നതാണ് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു വഅമ്മൽ ഇബാദു, അടിമകൾ, ഫഇന്നഹും മുസഖറൂന, അവര് കീഴടക്കപ്പെട്ടവരാണ്, തഹ്ത മജാരിൽ ഖളാഇ വൽ ഖദരി, അള്ളാഹുവിൻ്റെ ഖളാഇൻ്റെയും ഖദറിൻ്റെയും മജറകളിൽ, അത് നടക്കുന്ന സ്ഥലങ്ങളിൽ അടിമകൾ കീഴടക്കപ്പെട്ടവരാണ്. അഥവാ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ ഖളാ ഖദറിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വമിൻ ജുംലത്തിൽ ഖദരി, ഈ ഖദറിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഖൽഖു ഹർക്കത്തിൻ ഫി യദിൽ കാത്തിബി, കാത്തിബിന്റെ കയ്യിൽ ചലനത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളത്. എഴുതുന്ന ഒരാളുടെ കൈ ചലിക്കണമെങ്കിൽ ആ ചലനത്തിനെ സൃഷ്ടിക്കുന്നത് അതും അള്ളാഹുവിൻ്റെ ഖദറിൽപ്പെട്ടതാണ്. അത് സൃഷ്ടിക്കുന്നത് എപ്പോഴാണ്? ബഅദ ഖൽഖി സിഫത്തിൻ മഖ്സൂസത്തിൻ ഫി യദിഹി, അയാളുടെ കയ്യിൽ പ്രത്യേകമായ ഒരു സിഫത്തിനെ സൃഷ്ടിച്ചതിന് ശേഷം. തുസമ്മൽ ഖുദ്റത്ത, ആ സിഫത്തിന് ഖുദ്റത്ത് എന്ന് പറയും. കൈക്ക് എഴുതാനുള്ള ഖുദ്റത്തിനെ അള്ളാഹു പടച്ചതിന് ശേഷം പിന്നെ ചലിപ്പിക്കലിനെ സൃഷ്ടിക്കലും അള്ളാഹു തന്നെയാണ്. ബഅദ ഖൽഖി മൈലിൻ ഖവിയ്യിൻ ജാസിമിൻ ഫീ നഫ്സിഹി, ഫീ നഫ്സിഹി ഉറച്ചതായ നല്ല കവിയായ മനുഷ്യന്റെ മനസ്സിന്റെ ചായ്വ്, ആ ചായ്വിനെ അതിന് ഖസ്ദ് എന്നാ പറയുന്ന. നേരത്തെ നമ്മൾ അതിന് പിന്നെ ഇറാദത്തുൻ ജാസിമ എന്ന് പറഞ്ഞു. അതിനെയും പടച്ചതിന് ശേഷം പിന്നെ കയ്യില് ഖുദ്റത്ത് എന്ന് പറഞ്ഞ ഖുദ്റത്ത് എന്ന് പേര് വെക്കപ്പെട്ട മഖ്സൂസായ ഒരു സിഫത്തിനെ അള്ളാഹു പടച്ചതിന് ശേഷം, മനസ്സിൽ പിന്നെ ഖസ്ദ് എന്ന് പേര് വെക്കപ്പെട്ട മനസ്സിന്റെ ചായ്വിനെ പടച്ചതിന് ശേഷം രണ്ട് കാര്യമായി. ഒന്ന്, മനുഷ്യന്റെ കയ്യിൽ ഖുദ്റത്തിനെ പടച്ചു. രണ്ടാമത്, മനുഷ്യന്റെ മനസ്സിൽ ആ പ്രവൃത്തിയിലേക്കുള്ള ചായ്വ്, ഖസ്ദ് എന്ന് പേര് വെക്കപ്പെട്ട ഞാൻ ചെയ്യണമെന്നുള്ള അസ്മ്, അതിനെ പടച്ചു. ബിമാ ഇലൈഹി മൈലുഹു, ആ കാര്യത്തിലേക്ക് ചായ്വുണ്ടാകുന്നത് എന്തുകൊണ്ടാണോ അതിനെക്കുറിച്ചുള്ള ഇൽമിനെയും മനസ്സിൽ പടച്ചു. ഇദ്റാക്കും മാരിഫത്ത് എന്ന് പറയും, ഈ കാര്യം ചെയ്താലുള്ള ഗുണങ്ങൾ, ഈ കാര്യം ചെയ്തുന്നത് എങ്ങനെയാകും, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യത, അതാണ് ഇദ്റാക്കും മാരിഫത്തും. അതിനെയും പടച്ചതിന് ശേഷം. അപ്പൊ എന്തെല്ലാം പടച്ചതിന് ശേഷമാണ്? ഹർക്കത്തിന്റെ കാര്യം പറഞ്ഞത്, പിന്നെ കയ്യില് ഖുദ്റത്തിനെ പടച്ചതിന് ശേഷം, മനസ്സിന്റെ ചായ്വിനെ പഠിച്ചതിന് ശേഷം, പിന്നെയോ മനുഷ്യന്റെ മനസ്സിൽ ഇദ്റാക്ക് മഅരിഫത്ത്, ആ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള മഅരിഫത്തിനെ പടച്ചതിന് ശേഷം, ഈ മൂന്ന് കാര്യത്തിനെയും പടച്ചതിന് ശേഷം ഹർക്കത്തിനെയും പടയ്ക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. അപ്പൊ ഖുദ്റത്ത് അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്,
മനുഷ്യ മനസ്സിന്റെ ചായ്വ് അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. മനുഷ്യൻ ആ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള ഇദ്റാക്കും മാരിഫത്തും ഉണ്ടാവുക, അതും അള്ളാഹുവിന്റെ പ്രവൃത്തി സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്, അവന്റെ ഖദറിൽപ്പെട്ടതാണ്. ഇതെല്ലാം ഉണ്ടായതിനു ശേഷം ആ എഴുതാൻ പോകുന്ന വ്യക്തിയുടെ ആ കൈ ചലിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോകുന്ന വ്യക്തിയുടെ കൈ പ്രവൃത്തിയിലേക്ക് ചലിക്കുക, ആ ചലനത്തിനെ പടയ്ക്കലും. അങ്ങനെ 4 കാര്യങ്ങൾ. ഈ 4 കാര്യവും അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. കുറച്ച് ഭാഗം നമ്മൾ എടുത്താ വീണ്ടും ഞാൻ പറഞ്ഞത്. അങ്ങനെ ഫൈദ ലഹറത്ത് വെളിവായാൽ മിൻ ബാത്തിനിൽ മലക്കൂത്തി ആത്മീയ ഭരണത്തിന്റെ ഉള്ളറകളിൽ നിന്നും വെളിവായാൽ, ആത്മീയ ഭരണം അള്ളാഹുവിൻ്റെതാണ്, അതിന്റെ ഉള്ളറകളിൽ നിന്നും വെളിവായാൽ ഹാദിഹിൽ ഉമൂറുൽ അർബഅത്തു, ഈ 4 കാര്യങ്ങൾ. ഏത് 4 കാര്യങ്ങൾ? കൈയുടെ ചലനം, കൈയുടെ കുതിരത്ത്, മനസ്സിന്റെ മൈല്, അതുപോലെ തന്നെ ഇദ്റാക്കും മാരിഫത്ത് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഇൽമ്. ഈ 4 കാര്യങ്ങൾ പിന്നെ മലക്കൂത്തിയായ ആത്മീയ ഭരണത്തിന്റെ ഉള്ളറകളിൽ നിന്നും വെളിവായാൽ, എവിടെ വെളിവായി? അലാ ജിസ്മി ആബിദിൻ, ഒരു അടിമയുടെ ജിസ്മിൽ, മുസഖറിൻ, ആ അടിമയാണെങ്കിൽ മുസഖറാണ്, കീഴടക്കപ്പെട്ടവനാണ്, തഹത്ത ഖഹരി തഖ്ദീരി, അള്ളാഹുവിന്റെ ഖദറിന്റെ കീഴടക്കലിന്റെ തഹത്തിൽ, ഖദറിന്റെ ഖഹർ, ഖദർ എന്ന അള്ളാഹുവിന്റെ വിധി, ആ വിധി മനുഷ്യനെ കീഴടക്കിയിരിക്കുകയാണ്. അതിന്റെ തഹത്തിൽ കീഴടക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ജിസ്മിൽ ഈ കാര്യങ്ങളെല്ലാം വെളിവായാൽ, അഥവാ അവനിലൂടെ ആ പ്രവൃത്തി വന്നാൽ, പരിശുദ്ധനായ രക്ഷിതാവിന്റെ തഖ്ദീറിന്റെ ഖഹറിന്റെ തഹത്തിലുള്ളവനാണ് മനുഷ്യൻ. അവനിൽ ഈ പറഞ്ഞ 4 ഗുണങ്ങളും എങ്ങനെ വന്നു? അള്ളാഹുവിന്റെ തഖ്ദീർ മൂലം വന്നു, അഥവാ പ്രവൃത്തി വെളിയിൽ വന്നു. അങ്ങനെ പ്രവൃത്തി വെളി വന്നു കഴിഞ്ഞാൽ സബഖ അഹ്ലു ആലമിൽ മുൽക്കി വശഹാദത്തി, മുൽക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് ആലമുൽ ഗൈബ്, ഗൈബിന്റെ ആലം, അതുപോലെ ഷഹാദത്തിന്റെയും ആലം, അതിന്റെ ആൾക്കാർ മുന്നിടും. മുൽക്ക് എന്നുള്ള ലാഹിരിയായ അധികാരം, തെറ്റിപ്പോയി, ഗൈബല്ല, ലാഹിരിയായ ബാഹ്യമായ അധികാരം, ആ അധികാരത്തിന്റെ ലോകം. ഷഹാദത്ത് മനുഷ്യന് കാണാൻ പറ്റുന്ന, പിന്നെ വീക്ഷിക്കാൻ പറ്റുന്ന ദർശനഗോചരമായ ആ ലോകം, ആ ലോകത്തിന്റെ ആൾക്കാർ മുൻകടക്കും. എങ്ങനത്തെ ആൾക്കാർ? അൽ മഹജൂബൂന, തടയപ്പെട്ടവരാണ് അവർ, ആലമിൽ ഗൈബി വൽ മലക്കൂത്തി, അദൃശ്യമായ ലോകത്തിനെ തൊട്ടും ആത്മീയ ലോകത്തിനെ തൊട്ടും തടയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഭൗതികമായി ചിന്തിക്കുന്ന ആൾക്കാർ ഈ മനുഷ്യന്റെ പ്രവൃത്തി, ഈ 4 ഗുണങ്ങളിലൂടെ അവന്റെ ആ പ്രവൃത്തി വെളിയിൽ വരുമ്പോൾ ആൾക്കാർ അവന്റെ പുറകെ കൂടും. അതാണ് മുന്നിടും എന്ന് പറഞ്ഞത്. അവർ വന്നിട്ട് പലതും പറയാൻ തുടങ്ങും. ഇവൻ മനുഷ്യന്റെ ഈ പ്രവൃത്തി കാണുമ്പോഴേ, ഒരാൾ വലിയൊരു കാര്യം ചെയ്തു, ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ ഒത്തിണങ്ങുമ്പോഴാണ് പ്രവൃത്തി അവനിൽ നിന്ന് വരുന്നത്. അങ്ങനെ വരുമ്പോ ബാഹ്യമായ അധികാരത്തിന്റെയും പിന്നെ ഷഹാദത്ത്, മനുഷ്യന് കണ്ണുകൊണ്ട് ഗോചരമായ ആ ലോകം, ആ ലോകത്തിന്റെ ആൾക്കാർ, ഭൗതികന്മാരെന്നർത്ഥം. ആ ഭൗതികന്മാർ അവർ മറയ്ക്കപ്പെട്ടവരാണ്, അദൃശ്യ ലോകത്തെ തൊട്ട് അവർ മറയ്ക്കപ്പെട്ടവരാണ്. അങ്ങനത്തെ ആ ഭൗതികന്മാർ മുന്നിടും. വക്കാലം അവർ പറയും, ഈ പ്രവൃത്തി, ഈ വലിയ കാമിലായ കാര്യം ചെയ്ത ആളോട് അവർ പറയും, യാ അയ്യോ റജുൽ, എടാ മനുഷ്യ, തഹറക്കത്ത, നീ ചലിച്ചല്ലോ, റമയിത്ത, നീ എറിഞ്ഞല്ലോ, കത്തബത്ത, നീ എഴുതിയല്ലോ. എഴുതിയവനാണെങ്കിൽ എഴുതി എന്ന് പറയും. ഭയങ്കര പ്രസംഗം, ഭയങ്കര എഴുത്താണ്, എന്തൊരു യുദ്ധ പിന്നെ 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 കഴിവാണ്, യുദ്ധം ചെയ്യാൻ എന്തൊരു കഴിവാണ്, എന്തൊരു അമ്പെയ്യുന്നതിന് എത്ര ഉന്നമാണ് എന്നെല്ലാം ഈ ഭൗതികന്മാർ പറയും. എന്നാൽ വനൂദിയ മിൻ വറാഇ ഹിജാബിൽ ഗൈബി, ഗൈബിന്റെ ഹിജാബ്, അദൃശ്യതയുടെ മറയുടെ പുറകിൽ നിന്നും വിളിച്ചു പറയപ്പെടും. വസുറാദിഖാത്തിൽ മലക്കൂത്തി, വസുറാത്തിഖാത്തിൽ മലക്കൂത്തി, അദൃശ്യമായ ആത്മീയ ഭരണത്തിന്റെ പന്തൽ, മേലാപ്പ്, ആ മേലാപ്പിൽ നിന്നും വിളിച്ചു പറയപ്പെടും. ആത്മീയ പന്തലിന്റെ മേലാപ്പിൽ നിന്നും വിളിച്ചു പറയപ്പെടും. എന്ത് വിളിച്ചു പറയപ്പെടും? എന്താ വിളിച്ചു പറയപ്പെടുന്നത്? വമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമാ, വമാ റമൈത, നീ എറിഞ്ഞിട്ടില്ല, ഇത് റമൈത, നീ എറിഞ്ഞ അവസരത്തിൽ നീ അല്ല എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, പക്ഷേ അള്ളാഹു ആണ് എറിഞ്ഞത് എന്ന് വിളിച്ചു പറയപ്പെടും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ 4 സിഫത്തുകൾ, അത് ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുകയും അതുവഴി അവനിലൂടെ അള്ളാഹു താല പ്രവൃത്തിയെ പ്രകടമാക്കുകയും ചെയ്യുമ്പോൾ ഭൗതികന്മാർ പറയുന്ന കാര്യമാണ് പറഞ്ഞ്, നീ വലിയ പുള്ളിയാണല്ലോ, അത് ചെയ്തല്ലോ. യഥാർത്ഥത്തിൽ ചെയ്തത് മുഴുവൻ ആരാണ്? സൃഷ്ടികർത്താവായ അള്ളാഹുവാണ്. അവൻ പറയും, ഒമാ റമൈത്ത, നീ എറിഞ്ഞല്ലോ, ഒമാ റമൈത്ത് എന്നല്ല, നീ എറിഞ്ഞു,
നീ എഴുതി എന്നൊക്കെ പറയും. പക്ഷേ പിന്നെ മലക്കൂത്തിൻ്റെ സുറാദിക്കിൽ നിന്നും, ആത്മീയ ഭരണത്തിൻ്റെ മേലാപ്പിൽ നിന്നും, ഗൈബിൻ്റെ ഹിജാബിൻ്റെ പുറകിൽ, അദൃശ്യതയുടെ മറയുടെ പുറകിൽ നിന്നും, ആത്മീയ ലോകത്തിൻ്റെ മേലാപ്പിൽ നിന്നും വിളിച്ചു പറയപ്പെടും, വമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ. എറിഞ്ഞ് നീയല്ല, നീ എറിഞ്ഞ അവസരത്തിൽ നീ അല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. വമാ ഖത്തൽത ഇത് ഖത്തൽ, യുദ്ധം ചെയ്ത അവസരത്തിൽ നീ കൊന്നില്ല, കൊന്ന അവസരത്തിൽ നീയല്ല കൊന്നത്, കൊന്നത് അള്ളാഹുവാണ് എന്ന് പറയും. വീണ്ടും വലാക്കിൻ, പക്ഷേ ഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യിൻ, യുഅദിബുഹുമുല്ലാഹു ബിഐദീകും, അള്ളാഹു താല അവരെ ശിക്ഷിക്കും നിങ്ങളുടെ കൈകളിലൂടെ. ശിക്ഷ നൽകുന്ന അള്ളാഹുവാണ്. നിങ്ങളുടെ കൈകളിലൂടെ പ്രവൃത്തിയെ പ്രകടമാക്കുന്നതും അള്ളാഹുവാണ്. ഭൗതികന്മാർക്ക് അത് മനസ്സിലാകത്തില്ല. വഇൻദഹാദ, ഈ അവസരത്തിൽ, ഏതവസരത്തിൽ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത്. വമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ. ഓരോ മനുഷ്യനും ചെയ്യുന്നതിനെ കുറിച്ചും ഈ വിളിച്ചു പറയൽ ഉണ്ടാകും. നീ അല്ല ചെയ്യുന്നത്, ഇത് അള്ളാഹുവാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന അവസരത്തിൽ തതഹയ്യറു ഉഖൂലുൽ ഖാഇദിന ഫീ ബുഹ്ബൂഹത്തി ആലമി ഷഹാദ, ദൃശ്യലോകത്തിന്റെ ബുഹ്ബൂഹത്ത്, സുഖജീവിതം, ദൃശ്യലോകത്തിന്റെ സുഭിക്ഷതയിൽ കഴിഞ്ഞുകൂടുന്ന അവരുടെ ബുദ്ധികൾ പരിഭ്രാന്തമാകും. എന്തായി കേൾക്കുന്നത്? അവനല്ലേ അത് ചെയ്തത്? അപ്പൊ 2-3 ഗ്രൂപ്പായിട്ട് ആൾക്കാർ തിരിയും. അഥവാ ഖദറിന്റെ വിഷയത്തിൽ 2-3 ഗ്രൂപ്പാകും ആൾക്കാർ. അള്ളാഹുവിന്റെ തഖ്ദീറിന്റെ വിഷയത്തിൽ ഫമിൻ ഖായിലിൻ, പറഞ്ഞവരിൽപ്പെട്ട ചിലരുണ്ട്, അവൻ പറയും ഇന്നഹു ജബറുൻ മഹദുൻ, ഇത് ശരിക്കും ജബറാണ്. ജബരിയാക്കളുണ്ടല്ലോ, ഇത് ജബറാണ് എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചമർത്തലാണ്. മനുഷ്യന് ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ചെയ്യുന്നതെല്ലാം അള്ളാഹുവാണ്, മനുഷ്യനൊരു സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകും. ഈ പറഞ്ഞ ഒമാ റമയത്ത് ഇത് റമയത്ത് വലാക്കിന്നല്ലാ റമ പോലുള്ള പോയിന്റുകളിലൂടെ മനുഷ്യനെത്തിച്ചേരുന്ന അങ്ങനെയാണ്. ഒമിൻ ഖായിലിൻ, പറയുന്നവരിൽപ്പെട്ട ചിലരുണ്ട്, അവർ പറയും ഇന്നോ ഇഖ്തിറാഉൻ സർഫുൻ, ഇത് പിന്നെ അള്ളാഹുവിന്റെ തീരുമാനമോ പടച്ചവന്റെ ചുറ്റിപ്പൊന്നും അല്ല, ശരിക്കും ഇത് ഇഖ്തിറാ അഥവാ അടിമ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. അവിടെ അള്ളാഹുവിന് യാതൊരു കയ്യും അതിലില്ല. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് അടിമ തന്നെ ചെയ്യുന്നതാണ്. അത് ഖദരിയാക്കളാണ്, ഖദറിനെ നിഷേധിക്കുന്നവർ അവർ. വമിൻ മുത്തവസിത്തിന്, മുത്തവസിത്തായ ആൾക്കാർ കുറെ പേരുണ്ട്. മാഇലുൻ, ചാഞ്ഞവർ, ഈ 2 ഭാഗത്തിന്റെ ഇടയിൽ നിൽക്കുന്നവർ. അവർ പറയും മാഇലില്ല അന്നോ കസ്ബുൻ, ഇത് കസ്ബാണ്, അഥവാ പ്രവൃത്തി അള്ളാഹുവിൽ നിന്നാണെങ്കിലും കസ്ബ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അത് അശ്അരി ഗോത്ര വിഭാഗമായ അബുൽ ഹസൻ അശ്അരിയുടെ മദ്ഹബിനെ സ്വീകരിക്കുന്ന അഹ്ലു സുന്നത്തിന്റെ വക്താക്കളാണ് ഈ മുത്തവസിത്തായ വിഭാഗം. 3 വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞു. മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എന്ന്. ഇതെല്ലാം എന്താണ് കാരണം? അടിസ്ഥാനം മനസ്സിലാകത്തിന്റെ പേരിലാണ്. വലോ ഫുത്തിഹ ലഹും, ഇവർക്ക് തുറന്നു കൊടുക്കപ്പെട്ടാൽ അബ്വാബു സമായി, അഥവാ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അങ്ങനെ ഫനദറു, അവർ നോക്കിയില്ല ആലിമിൽ ഗൈബി വൽ മലക്കൂത്ത്, ഇല ആലമിൽ ഗൈബി വൽ മലക്കൂത്ത്, അദൃശ്യ ലോകത്തിലേക്ക്, ആത്മീയ ഭരണത്തിലേക്ക് നോക്കി. എന്നാൽ ലഹറലവും, അവർക്ക് വെളിവാകും അന്നൽ കുല്ല, ഈ പറഞ്ഞതെല്ലാം വാഹിദുൻ അന്ന കുല്ല വാഹിദിൻ, ഈ ഓരോരുത്തരും സാദിഖുൻ മിൻ വജിഹിൻ, ഓരോ രീതിയിൽ അവർ സാദിഖാണ്. അതായത് പിന്നെ വെറും ജബറാണെന്ന് പറഞ്ഞവർ അവരുടെ ഭാഗത്ത് അത് സാദിഖാണ്. ഖദരിയാക്കൾ പറഞ്ഞ അള്ളാഹു തആലക്ക് തീരുമാനമൊന്നുമില്ല, മനുഷ്യൻ തന്നെ ചെയ്യുന്നതാണ്. അവിടെയും അവരുടെ ഭാഗത്തിൽ അത് സാദിഖാണ്. പക്ഷേ വാനൽ ഖുസൂറ ഷാമിലുൻ ലി ജമീഇഹിം, ന്യൂനത ഇവരുടെ എല്ലാം ചിന്തകളിൽ വന്നിട്ടുണ്ട്. ന്യൂനതകൾ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂനതകൾ ഇവരുടെ എല്ലാം ചിന്തകളിലുണ്ട്. ഫലം യുദിരിക്ക് വാഹിദു മിന്നും, ഇവരിൽപ്പെട്ട ആരും തന്നെ മനസ്സിലാക്കുകയില്ല കുൻഹാദലം, ഈ കാര്യത്തിന്റെ അടിസ്ഥാനം അവർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഫലം യഹത്തു ഇൽമുഹു, ആ ഓരോരുത്തരും ഇൽമ് വലയം ചെയ്യത്തില്ല ബി ജവാനിബിഹി, ഈ കാര്യത്തിന്റെ ജാനിബുകളെ ഈ കാര്യത്തിന്റെ ചുറ്റുപാടുകളെ, ആ ഇൽമ് അള്ളാഹുവിന്റെ ആ കാര്യത്തിന്റെ ജാനിബുകളെ ഇവരുടെ ഇൽമ് വലയം ചെയ്യുകയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ എന്ന് പറഞ്ഞില്ലേ. തമാമു ഇൽമിഹി, ഇവന്റെ ഇൽമിന്റെ തമാമ് യനാലും, അത് കരസ്ഥമാകുന്നത് ബി ഇസ്റാഖിൻ നൂരി, പ്രകാശത്തിന്റെ നൂറ് പ്രശോഭിക്കൽ കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള 100 പ്രശോഭിക്കൽ കൊണ്ടാണ് ശരിയായ ഇൽമിന്റെ തമാമ് കിട്ടുന്നത്. അത് എവിടെ നിന്ന് വരണം? മിൻ ഖുവ്വത്തിൻ നാഫിദത്തിൻ ഇലാ ആലിമിൽ ഗൈബി, ആലമുൽ ഗൈബി ഇലാ ആലമുൽ ഗൈബി, ആലമുൽ ഗൈബിലേക്ക് എത്തിച്ചേരുന്ന
ഒരു കൂവത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ പഴുത്, മതിലിലുള്ള പഴുത്, വിളക്കി വെക്കുന്ന പഴുതിനാണ് കൂവത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആലമുൽ ഗൈബിയായ ലോകത്തേക്ക് എത്തിച്ചേരുന്ന പഴുതിൽ നിന്നും വരുന്ന പ്രകാശം പ്രശോഭിക്കൽ കൊണ്ട് മാത്രമാണ് ഇതിന്റെ ശരിയായ ഇൽമ് കിട്ടുന്നത്. വാന്നഹു തആല, നിശ്ചയം അല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യകാര്യങ്ങളെ അറിയുന്നവനാ, അദൃശ്യ കാര്യങ്ങളെ അറിയുന്നവനാണ്, ദൃശ്യകാര്യങ്ങളെയും അറിയുന്നവനാണ്. ലാ യൽഹറു അലാ ഗൈബിഹി, അവന്റെ അദൃശ്യകാര്യത്തിന്റെ മേൽ വെളിവാകത്തില്ല അഹദുൻ, ആരും തന്നെ. അല്ലെങ്കിൽ ലാ യുൽഹിറു അലാ ഗൈബിഹി, അവന്റെ അദൃശ്യതയുടെ മേൽ അവൻ വെളിവാക്കുകയില്ല, അഹദൻ, ആർക്കും അവൻ വെളിവാക്കി കൊടുക്കുകയില്ല. ഇല്ലാമൻ, ഒരാൾക്കല്ലാതെ, ഇർത്തള, അവൻ അള്ളാഹുവിന്റെ തൃപ്തിയിൽ കടന്നുകൂടിയവനായി. ആരാണത്? മിൻ റസൂലിൻ, അള്ളാഹുവിന്റെ റസൂലിനാൽ. റസൂലുമാർക്ക് അള്ളാഹു താല കൊടുക്കും ഗൈബിന്റെ വിവരം, അല്ലാത്തവർക്ക് അത് കിട്ടത്തില്ല. എന്നാൽ ഷഹാദത്തിന്റെ ഇൽമ് മറ്റുള്ളവർക്കും കിട്ടും. ആലിമുൽ ഗൈബി വശഹാദ, ഗൈബിന്റെ ഇൽമ് അള്ളാഹു വേറെ ആർക്കും കൊടുക്കത്തില്ല. ഫഖദ് യത്തലിഉ അല ഷഹാദത്തി, ഷഹാദത്തിന്റെ മേൽ ചിലപ്പോൾ വെളിവാകും. ഷഹാദത്ത്, ഈ ദൃശ്യ കാര്യങ്ങളുടെ മേൽ ആ വിജ്ഞാനം വെളിവാകും. മൻ, ഒരാളെല്ലാം യദ്ഖുൽ, അയാൾ പ്രവേശിച്ചില്ല ഫി ഹയ്യിസിൽ ഇർത്തലാഹി, ഇല്ലാമൻ ഇർത്തല എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ തൃപ്തിയിൽ കടന്നുകൂടിയ ആ പദവിയിലേക്ക് എത്താത്ത ആൾക്ക് ഷഹാദത്തിന്റെ ഇൽമ് കിട്ടും, ഗൈബിന്റെ ഇൽമ് കിട്ടത്തില്ല. ഒമൻ, ഒരാള് ഹറക്ക്, അയാൾ ചലിപ്പിച്ചു, സിൽസിലത്തുൽ അസ്ബാബി, കാരണങ്ങളുടെ ചങ്ങലയെ, മനുഷ്യന്റെ പ്രവൃത്തിയുടെ കാരണങ്ങളുടെ ചങ്ങലയെ അവൻ ചലിപ്പിച്ചു. വൽ മുസബ്ബബാത്തി, ആ മുസബ്ബബുകളുടെയും ചങ്ങലയെ, കാരണത്തിന് മുസബ്ബബുകളുണ്ട്, സബബാക്കപ്പെട്ട കാര്യം, ആ കാര്യങ്ങളുടെയും കാരണങ്ങളുടെയും ചങ്ങലയെ ഒരുത്തൻ ചലിപ്പിച്ചാൽ ഒരു പ്രയോഗമാണ്. പാലിമ, അവൻ അറിഞ്ഞു, കൈഫിയത്ത തസൽസുലിഹ, ആ ചങ്ങലയുടെ തുടർച്ച എവിടെ നിന്നാണ്, അതിന്റെ കൈഫിയത്തിനെ കുറിച്ച് അവൻ അറിഞ്ഞു. വജ്ഹ ഇർത്തിബാത്തി മനാത്തി സിൽസിലത്തിഹ, ആ സബബുകളുടെ ചങ്ങലകളുടെ ബന്ധം, അതിന്റെ കൊളുത്ത്, ആ കൊളുത്ത് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്, ആ പിന്നെ സബബുകളുടെ ആകുന്ന ചങ്ങല, ആ ചങ്ങലയുടെ കൊളുത്ത്, മനാത്ത് എന്ന കൊളുത്ത്, ബന്ധപ്പെടുന്നതിന്റെ രീതി എന്തുമായി ബന്ധപ്പെടുന്നത്? ബി മുസബ്ബിബിൽ അസ്ബാബി, മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എന്നൊരാൾ അറിഞ്ഞാൽ, ഇൻ കശഫലഹു, അയാൾക്ക് വെളിവാകും, സിറുൽ ഖദിരി, ഖദറിന്റെ സിർ അയാൾക്ക് വെളിവാകും. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഖദർ എന്താന്നുള്ള വെളിവാകും. അപ്പൊ പിന്നെ അവിടെ മുർജിയായിട്ടോ പിന്നെ ജബിരിയായിട്ടോ ഖദിരിയായിട്ടോ ഇരിക്കേണ്ട കാര്യമില്ല. ഈ നിലയിൽ എത്തിയ ആൾക്ക് ഭാര്യം അയാൾ അറിയും. ഇൽമൻ യക്കീനായ അറിവ് അയാൾ അറിയും. അല്ലാ ഖാലിഖ ഇല്ലല്ലാഹു, സൃഷ്ടികർത്താവ് അല്ലാതെ ഒരു ഖാലിഖില്ല. വലാ മുബ്ദിഅ സിവാഹു, നിർമ്മിക്കുന്നവൻ, പിന്നെ മുൻ മാതൃകയില്ലാണ്ട് നിർമ്മിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നവൻ അറിയാൻ കഴിയും. അപ്പൊ മനുഷ്യന്റെ പ്രവൃത്തി, അവന്റെ പ്രവൃത്തി, അവന്റെ ചലനങ്ങൾ, അവന്റെ അനക്കം, അവന്റെ അടക്കം, അവന്റെ ചിന്ത എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. ഇപ്പൊ വേറൊരു ചോദ്യവും അതിന്റെ മറുപടിയും വരുന്നുണ്ട്. ഈ പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെ എന്ന് പറയുന്നില്ലേ, അങ്ങനെ അതിനെ പറ്റിയുള്ളൊരു, അതാണ് അടുത്ത ഖണ്ഡികയിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് എടുക്കാം.